കൊട്ടാരക്കരയിലെ ടിപ്പർ അപകടത്തിൽ മരിച്ച 15-കാരൻ പാർത്ഥിവിന്റെയും കുടവട്ടൂർ സ്വദേശി ഹരിലാലിന്റെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മരിച്ച അജയകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് നടന്നു. ഗുരുതരമായി പരിക്കേറ്റ കൗശിക്, ഋഷഭ്, ഡ്രൈവർ നിസാം എന്നിവരിപ്പോഴും ചികിത്സയിലാണ്. അതേസമയം ഡ്രൈവർ നിസാമിനെതിരെ അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു. ടിപ്പർ ലോറിക്ക് ഫിറ്റ്നസ് നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ നായർ, എപ്പോഴാണ് ഇന്ന് ഇരുവരുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക? വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ തന്നെ ഈ രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. പാർത്ഥിവിന്റെ അച്ഛൻ വിദേശത്തായിരുന്നു, അദ്ദേഹം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം സംസ്കാരം നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നലത്തെ ചടങ്ങ് മാറ്റിവെച്ച് ഇന്നത്തേക്ക് നടത്താൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഹരിലാൽ, അദ്ദേഹം പാലൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരവും ഇന്ന് നടക്കും. വലിയ വികാരനിർഭരമായ ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസം അജയൻ ആചാര്യയുടെ സംസ്കാര ചടങ്ങുകൾ നടന്ന സമയത്ത് ഉണ്ടായത്. മകൾക്കൊപ്പമാണ് അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത്. ആ സമയത്ത് അച്ഛൻ ഈ ബസ്സിൽ മുന്നിൽപ്പെട്ട് മരിക്കുന്നത് ഇളയ മകൾ 10ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ആ കുഞ്ഞ് നേരിട്ട് കണ്ടതാണ്. അതിൻ്റെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതാണ് കുഞ്ഞെ ഏൽപ്പിച്ചത്. അതുമാത്രമല്ല, അത് കേട്ട ഓരോ ആൾക്കാർക്കും വലിയ രീതിയിൽ ഒരു ആഘാതം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു അത്. അങ്ങനെ ഒരു വലിയ വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, സംസ്ഥാന വ്യാപകമായി ഈ ടിപ്പറുകൾക്കെതിരെ പരിശോധന നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സിസ് നാഗരാജു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉത്തരവായി തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അമിത ഭാരം കയറ്റിപ്പോകുന്ന ഈ ടിപ്പർ ലോറികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. സംസ്ഥാന വ്യാപകമായി ഇന്ന് മുതൽ അത് പരിശോധന ആരംഭിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ മുതൽ ആ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഭാരം കയറ്റിപ്പോകുന്ന ടിപ്പറുകളുണ്ട്. ആ ഭാരം സാധാരണ ഒരു ടിപ്പറിൻ്റെ കയറ്റാവുന്ന ഭാരമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മണ്ണും പാറയും ഒക്കെയുള്ള സാമഗ്രികൾ കയറ്റിപ്പോകുന്ന, നിർമ്മാണ സാമഗ്രികൾ കയറ്റിപ്പോകുന്ന ഒരു ടിപ്പറിൻ്റെ രീതിയുണ്ട്. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട്. പല സമയങ്ങളിലും അമിത ഭാരം കയറ്റിപ്പോകുന്ന ടിപ്പറുകളിൽ നിന്നൊക്കെ തന്നെ പാറ തെറിച്ച് വീണ് ആൾക്കാരുടെ ദേഹത്തേക്കൊക്കെ വീണ് മുൻകാലങ്ങളിൽ അപകടമുണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള അപകടത്തിലേക്കൊക്കെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്നലെ അപകടമുണ്ടാക്കിയ വാഹനത്തിൽ ആ ടിപ്പർ ലോറിയിലും അമിത ഭാരമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏപ്രിൽ മാസത്തിൽ 7-ാം തീയതിയാണ് ഈ ടിപ്പർ ലോറിക്ക് ഫിറ്റ്നസ് നൽകിയത്. ആ സമയത്ത് അതിൻ്റെ ടയറുകൾ നല്ലതായിരുന്നു. 24/4, അതായത് ഏപ്രിൽ 24-ാം തീയതി ഈ വാഹനം അപകടത്തിൽപ്പെടുകയും അത് തലകീഴായി മറിയുകയും ചെയ്തിരുന്നു. ആ സമയത്തുള്ള ദൃശ്യങ്ങളിലടക്കം നല്ല ടയർ ഉപയോഗിച്ച് ഓടുന്ന വാഹനത്തെയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഈ വാഹനത്തിൻ്റെ ടയർ മാറ്റിയോ എന്നുള്ള സംശയമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉന്നയിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അത്തരത്തിലുള്ള സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ സ്പീഡ് ഗവർണർ ഈ ഫിറ്റ്നസ് ലഭിക്കുന്ന സമയത്ത്, അതായത് ഏപ്രിൽ 7-ാം തീയതി ഫിറ്റ്നസ് ലഭിക്കുന്ന സമയത്ത് സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഊരി മാറ്റി എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പിന്നീട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞതാണ്, ഇതിൻ്റെ ട്രാക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല, അത് നേരത്തെ തന്നെ ഇല്ലാത്തതാണോ, അത് ഈ അപകട സമയത്ത് കട്ടായതാണോ തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതാണ് മോത്തി ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ സ്പീഡ് ഗവർണർ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ GPS, അതായത് ട്രാക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് GPS ഈ പരിശോധന സമയത്ത്, ഫിറ്റ്നസ് പരിശോധന സമയത്ത് വേണ്ടതാണ്. ആ GPS പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ഈ സ്പീഡ് ഗവർണർ പോലെയുള്ള ഉപകരണങ്ങൾ, ഈ ട്രാക്കിംഗ് സംവിധാനത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും മറ്റു വാഹനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ടെസ്റ്റ് സമയത്ത്, അതായത് ഫിറ്റ്നസ് പരിശോധനാ സമയത്ത് അതിൽ സ്ഥാപിക്കുകയും അതിനുശേഷം തിരിച്ച് മടക്കി നൽകുകയും ചെയ്തു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. അതിനെക്കുറിച്ചുള്ള പരിശോധനകൾക്കൊക്കെ തന്നെ എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തും. ഈ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം. അയാൾക്ക് ഹെവി ലൈസൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ, ഹെവി വാഹനങ്ങൾ ഓടിച്ച് ഒരു തരത്തിലും ഒരു പരിചയമില്ലാത്ത ആളാണ്. കാറോ മറ്റ് 4 ചക്ര വാഹനങ്ങൾ ഓടിച്ച് മാത്രം പരിചയമുള്ള ഒരാളാണ്. ആ ആളാണ് ഇത്തരത്തിൽ അമിത വേഗത്തിലെത്തുകയും ആ അപകടത്തിലേക്ക് ഈ ടിപ്പർ ലോറി എത്തിക്കുകയും തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അറിവില്ലായ്മ തന്നെയാണ്. ഈ ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾ ഓടിച്ച് പരിചയമില്ലായ്മ മാത്രമല്ല, അശ്രദ്ധ കൂടിയാണ്, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസവുമാണ് എന്ന് വേണം പറയാൻ കണ്ണൻ. കാരണം അത്രയും വേഗത്തിലാണ് വന്നത്. ആ ഒരു റോഡായിരുന്നു അത്. അങ്ങോട്ടേക്ക് വന്നതൊരു വളവും ചെറിയ ഇടുങ്ങിയ വഴിയും ഒക്കെ ആയിരുന്നിട്ട് കൂടി അത്ര വേഗത്തിൽ വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ടല്ലോ. മറ്റൊന്ന് കണ്ണൻ, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്?
ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾക്കാർ ഒരാൾ കൗശിക് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. SIT ആശുപത്രിയിലാണ് ആ വിദ്യാർത്ഥി ഉള്ളത്. ആ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് രണ്ടാമത് ഗുരുതരമായി പരിക്കേറ്റത് ഈ ലോറിയുടെ ഡ്രൈവറാണ്. അദ്ദേഹം ചവറ മുകുന്ദപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ തോളിലടക്കമുള്ള ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ്. എന്നാൽ ജീവഹാനി ഉണ്ടാകുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം. മറ്റ് 2 കുട്ടികൾ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ ചികിത്സയിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അതാണിപ്പോൾ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ. നിലവിൽ ഇപ്പോൾ 2 പേർക്ക് ഗുരുതരാവസ്ഥയുണ്ട്. അതിൽ കുട്ടിയുടെ അവസ്ഥയാണ് അല്പം സീരിയസ് ആയിട്ടുള്ളത്.